മധ്യപ്രദേശിൽ പടക്ക നിർമ്മാണശാലയിൽ വൻ സ്ഫോടനം 6 പേർ മരിച്ചു, 59 പേർക്ക് പരിക്കേറ്റു. മധ്യപ്രദേശിലെ ഹാർദ ജില്ലയിലാണ് സംഭവം ഉണ്ടായത്. ദൃശ്യങ്ങളിലേക്ക്. അനൂപ് ദാസ് ഉണ്ട്. അനൂപ്, എപ്പോഴായിരുന്നു അപകടമുണ്ടായത്? എങ്ങനെയായിരുന്നു? മരണസംഖ്യ ഏറുമോ? പരിക്കേറ്റവരുടെ എണ്ണം? പ്രതീഷ്, ഉച്ചയോടെയാണ് ഹാർദയിൽ വലിയ അപകടം ഉണ്ടായത്. വലിയ പൊട്ടിത്തെറിയായിരുന്നു. തുടർച്ചയായി പലയിടങ്ങളിൽ ആദ്യം ഒരു പൊട്ടിത്തെറി ഉണ്ടായി. അതിനെ തുടർന്ന് ഈ ഫാക്ടറിയിലാകെ വലിയ പൊട്ടിത്തെറി ഉണ്ടായി. 150ഓളം പേർ ഈ പൊട്ടിത്തെറി നടക്കുന്ന സമയത്ത് ഫാക്ടറിക്കുള്ളിലും പുറത്തുമായിട്ടും ഉണ്ടായിരുന്നു. 150ഓളം പേർ എന്ന് പറയുന്നത് 150 തൊഴിലാളികൾ. ഇത്രയും ആളുകൾക്ക് അകത്തുള്ള ആളുകൾക്കാണ് കാര്യമായ പരിക്ക് പറ്റിയത്. 6 പേർ മരിച്ചു. മരിച്ച ആളുകളും അദ്ദേഹം മോർച്ചകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 60ഓളം പേർക്കാണ് പരിക്ക് പറ്റി എന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മരണസംഖ്യ ഏറാൻ സാധ്യതയുണ്ട് എന്ന വിവരം കൂടി ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നു. കാരണം 70% പൊള്ളലേറ്റ ആളുകളാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളതിൽ ഏറെയുമുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട വിഷയം. പലരെയും ഭോപ്പാലിലേക്ക് മാറ്റാൻ വേണ്ട സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി മോഹൻ യാദവ് ഈ വിഷയത്തിലൊരു ഉടനടി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തോട്. ഒപ്പം തന്നെ ഒരു മന്ത്രിയെ അവിടേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഫയർ എഞ്ചിനുകളുടെ സ്ഥലത്തെത്തി ഈ തീ അണക്കാനുള്ള ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങളിലേക്ക് പൂർണ്ണമായി എത്താൻ ജീവനക്കാർക്ക് പറ്റിയിട്ടില്ല, രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇനിയും ആളുകൾ കെട്ടിടത്തിനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന വിഷയം കൂടിയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് മരണസംഖ്യ ഏറാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. എന്തായാലും ദേശീയ ദുരന്ത നിവാരണ സേന അംഗങ്ങൾ കൂടി അല്പസമയത്തിനകം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തും. ശരി, അനൂപ് ദാസാണ് ഇവരെ നൽകിയത്.